ഗൈസ്, നമ്മളിന്ന് റാണിപുരം പോവാണ് കസിൻസ് ഒക്കെ ആയിട്ട്. ഇതൊക്കെ റാണിപുരം പോകുന്ന വഴിയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പെരുതടി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ശിവക്ഷേത്രമുണ്ട്. അങ്ങനെ ഞങ്ങൾ ശിവക്ഷേത്രത്തിൽ കയറിയിട്ടാണ് പോയത്. ഇത് അമ്പലത്തിൻ്റെ പരിസര കാര്യങ്ങളൊക്കെയാണ്. ഇന്നൊരു നോർമൽ ദിവസം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വേറെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടാണ്. അമ്പലത്തിൻ്റെ ഏകദേശമുള്ളൊരു പരിസര കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. നമ്മൾ പോകുന്ന വഴിയാണിത്. കുറച്ചും കൂടെ പോകാനുണ്ട്. ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ റാണിപുരം എത്താനാവുമ്പോൾ നമുക്കൊരു ചർച്ച് കാണുന്നുണ്ട്. മാത്രമല്ല പോകുന്ന വഴിക്ക് ഹോട്ടൽസ്, റിസോർട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ റാണിപുരം എത്തി. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വെഹിക്കിൾസൊക്കെ കുറവാണ്. ഇതാണ് എൻട്രി പോയിന്റ്. ഗൈസ്, ഇതിനപ്പം നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ്. ഇത് കോടയൊക്കെ ഇറങ്ങി, ഫുള്ള് കോട ഇറങ്ങി. സ്ഥലങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോൾ. ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, കയറാൻ തുടങ്ങി. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഗൈസ്, ഞാനിപ്പോൾ ചത്ത് ഗൈസ്. കിലോമീറ്ററാണ് ഗൈസ് നമുക്ക് നടക്കാനുള്ളത്. 4 കിലോമീറ്റർ തുടങ്ങിയതേ ഉള്ളൂ. ഗൈസ്, ഈ ഏരിയയിൽ കുറേ നേരം നമ്മൾ നിന്ന് പോകാൻ പാടില്ല. വേഗം അങ്ങ് പോയിക്കൊള്ളണം. എന്താ വെച്ചാൽ ഇവിടെ തോട്ടപ്പുഴുണ്ട്, പുഴു കയറും. അപ്പോൾ നമ്മൾ വേഗം അങ്ങ് പോയിക്കൊള്ളണം. ഈ ഏരിയ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പുഴുവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനത് സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഞാൻ ഒരിക്കൽ 8ൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നായിരുന്നു. ഇന്ന് വേനൽക്കാലമായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഗൈസ്, വെട്ടം കണ്ടു ഗൈസ്. കയറി ഏരിയയാണ്. നമ്മളൊരു പോയിന്റ് കഴിഞ്ഞു. അടുത്ത പോയിന്റ് തൊട്ടങ്ങാണ് ഗൈസ്. ഗൈസ്, അനാക്കോണ്ട വ്യൂ കാണിക്കാം. അനാക്കോണ്ട മൂവി എടുത്ത സ്ഥലം ഇതെവിടെയാണ് ഗൈസ്. ഗൈസ്, ഓരോ തുള്ളി മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മടുപ്പൊന്നും അറിയാതിരിക്കാൻ വേണ്ടി വഴിനീള ഫോട്ടോ എടുത്തുകൊണ്ടാണ് നടന്നത്. ഈ ഇലക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇലക്ക് ഓരോ ഇലക്കും ഓരോ വേരാണ്, ഓരോ ടൈപ്പാണ് വേര് വരുന്നത്. മനസ്സിലായി? വേണ്ട വേണ്ട പേടിക്കലടാ ആണുങ്ങളെ വില കളയാൻ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് കാര്യങ്ങളൊക്കെ.
മഴ വരാൻ പോവാണെന്നാ തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഒരു ക്ലിയർ ഏരിയാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത കാട്ടിലോട്ട് കയറുകയാണ് ഗൈസ്. എഗെയിൻ സെക്കൻഡ് ഫോറസ്റ്റ്. ഗൈസ് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ കയറി ഒരു പോയിന്റിലൊക്കെ എത്തിയിട്ട് മഴയൊക്കെ പെയ്തതിന് ശേഷം ശരിക്കും നല്ല തണുപ്പായി, നല്ല ചില്ലായി. അതിൻ്റെ കൂടെ ഒന്ന് അടിപൊളിയായിട്ട് കാറ്റും വീശുന്നുണ്ടായിരുന്നു. കല്ലും മുള്ളൊക്കെ നിറഞ്ഞിരിക്കുന്ന പാതയിലൂടെയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇരിക്കാൻ ഇച്ചിരി ഒരു സ്പേസ് ഉണ്ട്, അവിടെ റെസ്റ്റ് എടുക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ടോപ്പിലെത്താനാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെഡ് കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഗൈസ്. ഇതാണ് ഇനി ലാസ്റ്റ്. ഇതും കൂടെ കയറി കഴിഞ്ഞാൽ എന്തായി. ഇതെവിടെ ഫൈനലായിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ടോപ്പിലെത്തിയതിന് ശേഷം നമ്മൾക്ക് ഇവിടുന്ന് ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇതൊരു അടിപൊളി വ്യൂ ആണ്. പേഴ്സണലി എനിക്കിത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുന്ന് ആ താഴോട്ട് നിൽക്കുമ്പോൾ കോട കയറുന്നതും അതിങ്ങനെ മാഞ്ഞ് മാഞ്ഞ് വരുന്നതൊക്കെ അടിപൊളിയാണ് കാണാൻ. തമ്പ് കിട്ടിയ പോലെ കുറേ നേരം ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. മസ്റ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കയറി വന്ന ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ഫുൾ കോടയൊക്കെ ഇറങ്ങി ഇപ്പോൾ ഫുള്ളായിട്ട് ഇരുണ്ട് മൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ട് തിരിച്ചിനി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.